കോഴിക്കോട് കൊമ്മേരിയിലെ മഞ്ഞപ്പിത്ത വ്യാപനത്തിൽ ജനകീയ സമിതിയെ കുറ്റപ്പെടുത്തി കോർപ്പറേഷൻ മേയർ. വാട്ടർ അതോറിറ്റിയുടെ ജലം ഉപയോഗിക്കാതെയാണ് ജനങ്ങൾ പ്രാദേശിക കുടിവെള്ള പദ്ധതിയെ ആശ്രയിക്കുന്നത്. രോഗവ്യാപനത്തിന്റെ കാര്യം ജനകീയ സമിതി കോർപ്പറേഷനെ അറിയിച്ചിരുന്നില്ല എന്നും മേയറുടെ വിമർശനം. കോഴിക്കോട് കോർപ്പറേഷനിലെ കൊമ്മേരി പ്രദേശം ഉൾപ്പെടുന്ന വാർഡിൽ മഞ്ഞപ്പിത്തം പടരുന്ന സാഹചര്യത്തിലാണ് കോർപ്പറേഷന്റെ വിശദീകരണം. 25 പേരാണ് രോഗം ബാധിച്ച് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയത്. 23-കാരി മഞ്ഞപ്പിത്തം കരളിനെ ബാധിച്ചതിനാൽ ഗുരുതരാവസ്ഥയിലാണ്. ഗുരുതര സാഹചര്യത്തിലും കോർപ്പറേഷൻ അധികൃതർ വേണ്ട നടപടികൾ കൈക്കൊള്ളുന്നില്ലെന്ന ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് മേയർ ബീന ഫിലിപ്പ് വിശദീകരണവുമായി രംഗത്തെത്തിയത്. ജനകീയ സമിതിയെ നമ്മൾ ഏൽപ്പിക്കുന്നത് അവർ വേണ്ട വിധത്തിൽ ചെയ്യണ്ടേ. മഴക്കാല പൂർവ്വ ശുചീകരണം നടത്തി, മഴക്കാല പൂർവ്വ രോഗങ്ങളെ കുറിച്ചുള്ള അവബോധനം എന്ന് പറഞ്ഞ് ക്ലാസ്സുകൾ നടത്തി. ഇതൊക്കെ ചെയ്തിട്ടുള്ളതാണ്. എല്ലാ കിണറുകളും ഞങ്ങൾ ക്ലോറിനേറ്റ് ചെയ്തു. കോഴിക്കോട് കോർപ്പറേഷനുള്ള എല്ലാ കിണറും ക്ലോറിനേറ്റ് ചെയ്തു. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ജനകീയ സമിതിയോട് നിങ്ങൾ വൃത്തിയാക്കണം എന്ന് പറയാനല്ലാതെ എല്ലാ കിണറും കൂടി കോഴിക്കോട് കോർപ്പറേഷന് പോയിട്ട് വൃത്തിയാക്കാൻ പറ്റില്ലല്ലോ. രോഗവ്യാപനത്തിന്റെ കാര്യം ജനകീയ സമിതി കോർപ്പറേഷനെ അറിയിച്ചിരുന്നില്ല. കിണറുകൾ വൃത്തിയായി സൂക്ഷിക്കുന്ന കാര്യത്തിൽ വാർഡ് കൗൺസിലറും ശ്രദ്ധിച്ചില്ലെന്നും മേയർ കൂട്ടിച്ചേർത്തു. പ്രദേശത്തെ ശുദ്ധജല സ്രോതസ്സിൽ ഈക്കോളി ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു. ജല അതോറിറ്റി ലാബിൽ പരിശോധനയ്ക്ക് അയച്ച പ്രാദേശിക കുടിവെള്ള പദ്ധതിയുടെ വെള്ളത്തിലാണ് ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടത്. കൊമ്മേരിയിലെ ജനങ്ങൾക്ക് ബോധവൽക്കരണ ക്യാമ്പയിൻ സംഘടിപ്പിക്കാനാണ് കോർപ്പറേഷൻ തീരുമാനം. നിലവിൽ ജനകീയ ആസൂത്രണ കുടിവെള്ള പദ്ധതിയിലെ ജലം ഉപയോഗിക്കരുതെന്നും കോർപ്പറേഷൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ജനം, കോഴിക്കോട്.